റഷീദ്, ഈ സമരം വലുതാവുകയാണ്. ജന്തർ മന്ദറിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി പല നഗരങ്ങളിലും സമരം പടരുകയാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇതിൽ എങ്ങനെ ഇൻവോൾവ് ആവാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്? കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പ്രധാനപ്പെട്ട സമരങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ ഒന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ട് സമരം ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളെയും ഒരുമിച്ചുകൊണ്ട് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ എത്തുകയും അവിടെ വെച്ച് പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് ഈ പ്രതിഷേധത്തെ നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ BJPയുമായി കൈകോർക്കുമെന്നും അതോടൊപ്പം തന്നെ ജന്തർ മന്ദറിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ ഈ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ആശങ്ക കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യപ്പെട്ടുള്ള, അതായത് പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഐക്യത്തോടെയുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ചാത്രോം കി ഗൂഞ്ചി എന്ന് പറയുന്ന പ്രത്യേക ക്യാമ്പയിനിലൂടെ രാഹുൽ ഗാന്ധി വിവിധ മേഖലകളിൽ ഈ പ്രതിഷേധ മാർച്ചും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളും നടത്തുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിൽ പോലും കൃത്യമായിട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതിനുശേഷം മാത്രമേ തങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് മറ്റു പ്രതിപക്ഷ പാർട്ടികളും പാർലമെന്റ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധത്തിലാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത്. ഈ BJPയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങൾ രാജ്യത്ത് കനത്തതോടു കൂടിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി തന്നെ അർദ്ധരാത്രിയിൽ എത്തുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം 2 മാസത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം വെടിഞ്ഞിരിക്കുന്നത്. അതായത് രാജ്യ തലസ്ഥാനത്തെ ഈ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശിലാസ്ഥാപനങ്ങളിൽ പോലും ഈ ഒരു പ്രതിഷേധത്തിന്റെ പ്രകമ്പനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര മന്ത്രിമാർക്കിടയിൽ അടക്കം ഇത്തരത്തിൽ ചെറിയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സമരം ഇവിടെ നടക്കുന്നത് BJPക്കും NDAക്കും സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഏതു വിധേനയും ഈ സമരം ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും ഈ കോടതികളുമായി ബന്ധപ്പെട്ടും ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറുകളുമായി ബന്ധപ്പെട്ടും പ്രത്യേക ബില്ലുമായി ബന്ധപ്പെട്ട കരട് ഇന്ന് ചർച്ച ചെയ്യുമെന്നും അത് പാർലമെന്റിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള